കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രതിസന്ധി നീങ്ങുന്നു. കൂടുതൽ സിനിമകൾക്ക് കേന്ദ്ര സർക്കാർ പ്രദർശനാനുമതി നൽകി. സിനിമകളുടെ പട്ടിക കേന്ദ്രത്തിന് അയക്കുന്നതിൽ കാലതാമസം ഉണ്ടായെന്ന ആരോപണം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി തള്ളി. പലസ്തീൻ 36, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗസ ഉൾപ്പെടെ 15 സിനിമകൾക്കാണ് കേന്ദ്രം പ്രദർശനാനുമതി നൽകിയത്. ഇന്നലെ രാത്രിയോടെ തന്നെ 9 സിനിമകൾക്ക് അനുമതി ലഭിച്ചിരുന്നു. ഇനി 4 സിനിമകൾക്കാണ് അനുമതി ലഭിക്കാനുള്ളത്. കേന്ദ്രം അനുവദിച്ചില്ലെങ്കിലും എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കുമെന്ന നിലപാടിലാണ് സർക്കാർ. ഇപ്പോൾ നമ്മൾ അനുമതി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും 19 സിനിമകളും കാണിക്കുമെന്ന് CM തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ വളരെ സുഗമമായ ഒരു നടത്തിപ്പാണ് അക്കാദമി ആഗ്രഹിക്കുന്നത്. ആരുമായിട്ട് ഫൈറ്റ് ചെയ്യാനേ അല്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ തീരുമാനം ധീരമെന്ന് അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി 24-നോട് പ്രതികരിച്ചു. I think it is a very, very strong position that Kerala government has taken, and we support it, and we are related at that position taken by the government of Kerala. മേളയിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് വിവാദങ്ങളിൽ റസൂൽ പൂക്കുട്ടിയുടെ പ്രതികരണം. അതിനിടെ പ്രതിസന്ധിക്ക് കാരണം നടപടിക്രമങ്ങളിലെ ചലച്ചിത്ര അക്കാദമിയുടെ വീഴ്ചയെന്ന് ദീപിക സുശീലന്റെ ആരോപണം. 2022-ലെ IFFKയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായിരുന്നു ദീപിക. എന്നാൽ ദീപികയുടെ ആരോപണം ചലച്ചിത്ര അക്കാദമി പൂർണ്ണമായും തള്ളി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.